ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള മജ്ബൂസാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. മജ്ബൂസ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. അതിനായിട്ട് 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇത് നാടൻ തക്കാളി ആയതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. അതേസമയം നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഈ ഒരു സൈസിലുള്ള ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാൻ എന്താ അവിടെ 3 ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനീഗർ ഇട്ടിട്ട് പരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി അതിന് കഴുകിയെടുക്കണം. ഒരു 5-10 മിനിറ്റോളം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ തന്നെ ചെയ്യണം. ആദ്യം നന്നായിട്ട് കഴുകുക, അതിനുശേഷം അരമണിക്കൂർ കുതിർത്തി വെക്കുക. ഇനി വേണ്ടത് സ്പൈസസ് ആണ്. വയനയില എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, ഒരു 4 പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ മജ്ബൂസ് മസാല 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സവാള, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്. പിന്നെ തുടങ്ങാം. ചിക്കന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഫ്ലെയിം കത്തിക്കാം. നമുക്കിനി പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ശരിക്കും ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ ഇതാ സ്പൈസസ് ഒക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സവാള മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നടുവേ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിക്കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. കീറി എടുത്തിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൂടി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി കുഴഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കാം. അതിലൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1.5 ടീസ്പൂൺ അളവിൽ മജ്ബൂസ് മസാല, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ മസാലയുടെയൊക്കെ മണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടട്ടെ. തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ല വാസനയൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു റൈസ് തയ്യാറാക്കണതിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് വെള്ളത്തിന്റെ അളവ്, പിന്നെ ഒന്നെന്നുള്ളത് ചിക്കന്റെ തോല് കളയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ കീറിയെടുത്തിട്ട് ഉള്ളതാവണം. നമുക്കിനി ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
മസാല എല്ലാവരുടെയും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു നാരങ്ങ, പച്ചനാരങ്ങ ചേർത്ത് കൊടുക്കാം. വെച്ചിട്ടുള്ള നാരങ്ങ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു നാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ചിക്കൻ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. അതിന് അവിടെ ഒന്ന് മസാലയൊക്കെ ആവുന്ന പോലെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലെടുത്താൽ മതി. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. അരി ഇട്ട ശേഷം നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ പാകം എന്ന് പറയുന്നത് ഈ കാലിൻ്റെ അവിടെ നിന്ന് മീറ്റ് വേറെ ആയിട്ട് വരും, സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പം ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്കിന്നൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നാരങ്ങ നമുക്ക് മാറ്റാം കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കശപ്പ് വരും. ഇനി അരി ചേർത്ത് കൊടുക്കുക. അരി ചേർക്കുമ്പോൾ ഒട്ടും തന്നെ റൈസിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ചോറ് കുളകുളാന്നാവും. അപ്പം ഇനി അരി ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നിന്നും കുറച്ച് മീതെ നിൽക്കുന്ന പോലെ ഉപ്പ് വേണം. ഉപ്പ് കൂടാതെ ഇരിക്കാൻ നോക്കണം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് മതിയായിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് നാരങ്ങ കൂടി ഒഴിക്കാം. ഇതിപ്പോൾ അരപ്പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. 90% വെന്ത് കിട്ടട്ടെ. അതുവരെ അടച്ചു വെച്ചിട്ട് വേവിക്കാം, ഇരിക്കട്ടെ. ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ കുറച്ചും കൂടിയേ ഉള്ളൂ. അരച്ച് വയ്ക്കാം. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടട്ടെ. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ വെച്ചിട്ടുള്ള റൈസ് എന്തായാലും ഒന്ന് ചെറുതായിട്ട് നടത്തി കൊടുക്കാം. നമുക്ക് റൈസ് ഇതൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിന്ന് മാറ്റാം. റൈസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഓഫ് ചെയ്യുന്ന സമയത്ത് കുഴകുഴാന്നായിരുന്നു. ഇപ്പം ശരിയായിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലും ചൂടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു 90% വെന്ത് കിട്ടി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ അത് കടന്ന് വെന്തോളും. അങ്ങനെ നമ്മുടെ മജ്ബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.